ഓർമ്മക്കുറവും പ്രായാധിക്യവും അലട്ടുന്ന ബൈഡൻ മത്സരിക്കരുത് എന്നാണ് പാർട്ടിക്കാരുടെ ആവശ്യം. ബൈഡന് നാവുപിഴ അപൂർവമല്ലെങ്കിലും ട്രംപുമായുള്ള സംവാദത്തിൽ പരാജയപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ ഓരോ ചലനവും സൂക്ഷ്മമായി വിലയിരുത്തപ്പെടുകയാണ്. വ്യാഴാഴ്ച നാറ്റോ ഉച്ചകോടിയിൽ ബൈഡൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ ക്ഷണിച്ചുകൊണ്ട് പ്രസിഡന്റ് പുടിൻ എന്ന് വിളിച്ചതോടെ സദസ് അന്തം വിട്ടു. പ്രസിഡന്റ് പുടിനെ പരാജയപ്പെടുത്താൻ പോകുന്നു എന്നതായിരുന്നു വാക്യം. നാവുപിഴ തിരിച്ചറിഞ്ഞ് ഉടൻ ബൈഡൻ തിരുത്തിയെങ്കിലും വീഡിയോ പ്രചരിച്ചു. ഉച്ചകോടിയുടെ ഭാഗമായി നടത്തിയ വാർത്താസമ്മേളനത്തിന്റെ നാവുപിഴ അതിലേറെ നാണക്കേടുണ്ടാക്കുന്നതായി. വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെ പരാമർശിക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് ട്രംപ് എന്നാണ് പറഞ്ഞത്. ഇതേ വാർത്താ സമ്മേളനത്തിൽ തന്നെ സൈനിക മേധാവിയെ പരാമർശിക്കുമ്പോൾ ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന വാക്കു കിട്ടാതെ കുഴുങ്ങിയ ബൈഡൻ ആദ്യം തെറ്റായി കമാൻഡർ ഇൻ ചീഫ് എന്നാണ് പറഞ്ഞത്. സെലൻസ്കിയെ പുടിൻ എന്ന് വിളിച്ച ബൈഡന്റെ ഓർമ്മപ്പിശകിനെ റഷ്യയിലെ മാധ്യമങ്ങൾ നന്നായി ആഘോഷിച്ചു. ക്രൈംലിൻ നിയന്ത്രിക്കുന്ന റഷ്യാനുകൂലിയായ സ്ഥാനാർത്ഥിയാണ് താൻ എന്ന് ബൈഡൻ തെളിയിച്ചിരിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം വക്താവ് വ്യക്തമാക്കി. നാറ്റോയിലെ പ്രധാന ചർച്ച ബൈഡന്റെ മാനസിക ആരോഗ്യമായിരുന്നുവെന്നും അവർ പറഞ്ഞു. നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുത്ത യൂറോപ്യൻ നേതാക്കൾ US പ്രസിഡന്റ് ജോ ബൈഡന് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് പ്രസ്താവനകൾ ഇറക്കിയെങ്കിലും US കോൺഗ്രസിലെ 17 ഡെമോക്രാറ്റിക് അംഗങ്ങളെങ്കിലും ബൈഡനോട് മത്സരിക്കുന്നതിൽ നിന്നും പിന്മാറാൻ നേരിട്ട് ആവശ്യപ്പെട്ടു. പിന്മാറില്ല എന്ന നിലപാടിൽ മാറ്റമില്ല എന്ന് ബൈഡനും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.